മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിൽ പ്രധാനപ്പെട്ട ഒരു മഹാനാണ്. അല്ലാഹു തആല അവരെ സ്നേഹിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം അവർ അഷ്റഫുൽ ഖൽഖിന്റെ സ്വന്തം രക്തമാ, ഒരു ദിവസം അവരോടുള്ള ഹുബ്ബിന് തുല്യത, ഒരു വർഷമുള്ള ഇബാദത്തും നിൽക്കാത്തത. അവരോട് ഹുബ്ബില്ലാത്ത ഖൽബിലൊരിക്കലും ഈമാനുമില്ലെന്നാണ് തിരുവചനത്തിലും. കല്ലൊക്കെയും കല്ലെന്ന് നീ ധരിക്കണ്ട, യാഖൂത്ത് കല്ലിനേറ്റവും സീറ്റുള്ളതാ. ഈ അഹ്ലു ബൈത്തിനെ നിങ്ങൾ ഒരൊറ്റ ദിവസം സ്നേഹിച്ചു കഴിഞ്ഞാൽ ഹുബ്ബു ആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ ഖൈറും മിൻ ഇബാദത്തി സന, ഒരു വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ഖൈർ നിങ്ങൾക്ക് അതാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഞാനൊരു വാള് പറയാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നതല്ല. ഞാനും നിങ്ങളും ഇവിടെ കാത്തു നിൽക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ പ്രാർത്ഥനയാണ്, അവിടുത്തെ ഉപദേശമാണ്. അല്ലാഹു അവരെയൊക്കെ സ്നേഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. കാരണം മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ഭാഗ്യം നമുക്ക് അല്ലാഹു തന്നിട്ടില്ലല്ലോ. കാരണം അവരൊക്കെ ജീവിച്ചത് എങ്ങനെയാണ്? സ്വഹാബത്തൊക്കെ. ഒരൊറ്റ സംഭവം നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, മുആദേ, നീ യമനിലേക്ക് ഗവർണറായി പോകണം മുആദേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബൽ തങ്ങളെ യമനിലേക്ക് അയക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, എനിക്ക് ഗവർണർ സ്ഥാനം വേണ്ട നബിയേ, എനിക്ക് പോകാൻ കഴിയില്ല നബിയേ. കാരണം അങ്ങയുടെ പരിശുദ്ധമാക്കപ്പെട്ട മുഖം കാണാതെ ഈ മുആദിന് നിൽക്കാൻ കഴിയൂല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മുആദേ, നീ കാരണം ഒരാൾ ഹിദായത്തിലാവുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഖൈർ ഈ ദുനിയാവിനേക്കാളും അതിനുള്ള സകലത്തിനേക്കാളും ഖൈർ നിനക്കതാണ് മുആദേ എന്ന് പറഞ്ഞപ്പോ മുആദ് ഇബ്നു ജബൽ തങ്ങൾ അതാ യാത്രയാകുന്നു. യാത്രയാകുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, വിശദീകരിക്കാൻ സമയമില്ല. അവസാനമായിട്ട് മുആദിനോട് പറയുന്നു, മുആദേ, ഫഅസാ അൻ തൽഖാനി ബഅദ അമി ഹാദാ, ഈ ദിവസത്തിന് ശേഷം നീ എന്നെ കാണൂല മുആദേ, ഇനി നിനക്കെന്നെ കാണാൻ കഴിയൂല മുആദേ. فلعلك أن تلقاني فلعلك أن تمر بمسجدي وقبري, നീ എന്നെ കണ്ടുമുട്ടൽ എന്റെ പള്ളിയുടെ അടുത്തുള്ള എന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖബറിന്റെ അടുത്ത് നിന്നായിരിക്കും മുആദേ. മുആദിന് പോകാൻ കഴിഞ്ഞില്ല. മുആദാകെ വിഷമിച്ചു പോവുകയാണ്. മുആദ് ഇബ്നു ജബൽ തങ്ങളതാ തിരിഞ്ഞു നോക്കിക്കൊണ്ട് യമനിന്റെ ബോർഡറിലൂടെ നടന്നു പോകുമ്പോ പിന്നോട്ട് നോക്കി നോക്കി മെല്ലെ പോവുകയാണ്. കാരണം കഅന്നഹു ശംസു ഫളിൽഹും കവാകിബുഹാ യുദിരീന അൻവറഹ ലിനാസി ബിസുലമി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മുഖം കാണാതെ, പരിശുദ്ധമാക്കപ്പെട്ട മുഖം കാണാതെ മുആദ് ഇബ്നു ജബൽ തങ്ങൾക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. മുആദ് ഇബ്നു ജബൽ തങ്ങൾ യാത്രയാവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചുരുക്കട്ടെ. മുആദ് ഇബ്നു ജബൽ തങ്ങൾ യമനിലെത്തി. അവിടെ നിന്ന് മുസ്ലിമാകുന്ന ഓരോരുത്തരെയും മദീനത്ത് അയച്ചിട്ട് പൊന്നാല നബിയുടെ വിശേഷങ്ങൾ അറിയുന്നു. ഒരു ദിവസം ഗവർണറായ മുആദ് ഇബ്നു ജബൽ തങ്ങൾ ഒരു രാജ്യത്തിന്റെ ഗവർണറാണ്, ഒരു രാജ്യം ഭരിക്കുന്ന നേതാവാണ് മുആദ് ഇബ്നു ജബൽ. പക്ഷേ അന്തി ഉറങ്ങുന്നത് കൊട്ടാരത്തിലല്ല, പളുപളുങ്കുള്ള കട്ടിലല്ല, ഒരു മരത്തിന്റെ ചുവട്ടിൽ മരുഭൂമിയിൽ കടന്നുറങ്ങുമ്പോ അതാ മുആദിനൊരു വിളിയാളം കേൾക്കുന്നു, അത്തനാമു യാ മുആദ്
മുആദേ ഉറങ്ങുകയാണോ മുആദേ? റസൂലുള്ളാഹി തഹത്തത്തറ, അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ പറഞ്ഞു പോയി മുആദേ, റസൂലുള്ളാഹി വഫാത്തായി മുആദേ, ഉറങ്ങുകയാണോ മുആദേ? മുആദ് ഇബ്നു ജബൽ തങ്ങളതാ പെട്ടെന്ന് യാത്ര തിരിക്കുന്നു മദീനത്തേക്ക്. മദീനയാകെ വിങ്ങലിലാണ്, കരച്ചിലാണ്, വേദനയിലാണ്. സിദ്ദീഖുൽ അക്ബർ കരയുകയാണ്. മാതിയബക യാ റസൂലല്ലാഹ് തിബ്തുക ഹയ്യൻ വമയ്യിതാ. സിദ്ദീഖുൽ അക്ബർ പൊന്നാര നബിയുടെ മുഖം ചുംബിച്ചുകൊണ്ട് കരയുന്നു. നബിയെ, അങ്ങയുടെ മുഖത്തെന്തൊരു സുഗന്ധമാണ്, അങ്ങയെപ്പോലുള്ളൊരു സുഗന്ധം ഈ ഭൂമി ലോകത്ത് ഞാൻ കണ്ടില്ലല്ലോ നബിയെ, എന്തൊരു സുഗന്ധമാണ് നബിയെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരും കരയുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് കരയുന്നു. മസിൽതു മുൽവലഉ ഫിറാശ മുഹമ്മദി യുൽരീന അൻബറഹാ ലിന്നാസി ബിൽമുലമി. ആ നബിയെ കാണാതെ ആർക്കും ഇരിക്കാൻ കഴിയില്ല. നോക്കണം, ആ പവിത്രമായ നബിയുടെ റൗളയുടെ അടുക്കൽ പോയിട്ട് മുആദ് ഇബ്നു തങ്ങൾ പൊട്ടിക്കരഞ്ഞില്ലേ? ആ പരിശുദ്ധമാക്കപ്പെട്ട റൗളയിൽ പോയി റസൂലുള്ളാഹിനെ ഒന്ന് കാണാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി. നമ്മളെയൊക്കെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അടുത്തതായിട്ട് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഇൻഷാ അല്ലാഹ് 2-3 മിനിറ്റ് കൊണ്ട് തങ്ങൾ ഇവിടെ എത്തുന്നതാണ്. തങ്ങൾ ഒരു ചെറിയൊരു നസീഹത്ത് നടത്തിയിട്ട് ഭക്തി നിർഭരമായ കൂട്ടുപ്രാർത്ഥന നടത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായി ആമീൻ പറയാനുള്ള തൗഫീഖ് ബഹുമാനപ്പെട്ട തങ്ങളുടെ ദുആക്ക് നേതൃത്വം കൊടുക്കുമ്പോ അതിന് കൂട്ടമായി ആമീൻ പറയാനുള്ള തൗഫീഖ്, ഹിദായത്തോടെ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി. നമ്മളെയൊക്കെ അല്ലാഹു അനുഗ്രഹിപ്പിക്കുമാറാവട്ടെ. എന്റെ സദസ്സ് ഒരൊറ്റ കുട്ടി പോലും ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കരുത്. പുറത്തുള്ള മുഴുവൻ ആളുകളും ഇവിടെ വരണം. നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ അത് റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെ അപമാനിക്കലാണ്. നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ അത് റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെ സ്നേഹിക്കാതെ വരും. അങ്ങനെ വന്നാൽ നമ്മുടെ ഈമാൻ എങ്ങനെ ഒറ്റപ്പെട്ടു പോകും? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, പൊന്നാര നബി, ആ നബിയൊക്കെ കട്ടപ്പെട്ടത് എങ്ങനെയാ സഹോദരങ്ങളെ? പല ആളുകളും മഗ്രിബിന് ഇവിടെ വന്നതാണ്. മഗ്രിബിന് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വിശക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്, വിഷമിച്ച് നിൽക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. സഹോദരങ്ങളെ, നമുക്കിപ്പം ഭക്ഷണം കഴിക്കണം. പക്ഷേ ഇന്ന് മഗ്രിബിന് മുമ്പ് വല്ലതും കഴിച്ചിട്ട് വന്നതാണ് നമ്മളൊക്കെ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസലാസത്തി അയ്യാം 3 ദിവസം വരെ ആ കുടുംബം പട്ടിണി കിടന്നിട്ടില്ല. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ഒരു കാര്യം ഓർമ്മയിൽ പെടുത്തട്ടെ സഹോദരങ്ങളെ. സ്വഹാബാക്കൾ നമ്മെ രേഖപ്പെടുത്തുന്നു. യൂസുഫ് നബ്ഹാനി തങ്ങൾ തന്റെ നഫീസത്തുൽ ഖദരിയയിൽ പറയുന്നു. ഇബ്നു തൈമിയ തന്റെ അൽ ഫുർഖാൻ ബൈന ഔലിയാഇർ റഹ്മാൻ വ ബൈന ഔലിയാഇ ശൈത്വാൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, പൊന്നാര നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാവരും ഉറക്കെ സ്വലാത്തു അലാ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. പോരാ, ബുർദയുടെ ആസ്വാദനം കഴിഞ്ഞിരിക്കുന്നവരാണ്. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. തങ്ങളുടെ പ്രാർത്ഥന അത് നമ്മൾ ബഹുമാനിക്കണം. അതുകൊണ്ട് സദസ്സ് ചെറുതാണെന്നറിയാം, ഒരുപാട് സഹോദരിമാരുണ്ട്. റഹ്മാനായ റഹീമായ റബ്ബേ, ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശം വെച്ചിട്ടാണോ ഇവിടെ വന്നത് അവരുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. അതുകൊണ്ട് സദസ്സിൽ ബാക്കിൽ നിൽക്കുന്ന ആളുകൾ നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, നമ്മളൊക്കെ സുന്നത്ത് ജമാഅത്ത് പഠിച്ചവരാണ്, നമ്മളൊക്കെ ഒരുപാട് കാലമായി കേൾക്കുന്നവരാണ്. ഈ വടവിൽ ഇബ്ലീസ് വന്നിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ മുൻപോട്ട് വന്നിരിക്കണം. നിങ്ങളൊക്കെ മുന്നിൽ വന്നിരുന്നിട്ട് ഒരല്പ നിമിഷം തങ്ങൾ ദുആ ചെയ്യുമ്പോ ആ ദുആക്ക് മാന്യമായിട്ട് ഈ സദസ്സൊന്ന് ഭംഗിയാക്കി കൊടുക്കണം. നിങ്ങളെ വിശപ്പതിന് തടസ്സമാകരുത്. കാരണം പൊന്നാര നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് അതാ പോകുന്നു ഫാത്തിമാന്റെ വീട്ടിലേക്ക്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹായുടെ വീട്ടിലേക്ക് പൊന്നാര നബി അങ്ങ് ചെന്നപ്പോ പൊന്നുമോള് ഫാത്തിമ പൊട്ടിക്കരയുകയാണ്. യാ റസൂലല്ലാഹ്,
പോരാ സഹോദരങ്ങളെ, പോരാ, ഇനിയും മുന്നോട്ട് വരണം. കാരണം മുമ്പിലെ കസേര കരിയാവരുത്. അത് ഈ സദസ്സിന് അഭംഗിയാണ്. സദസ്സ് അഭംഗിയാക്കരുത്, സദസ്സിനെ ഭംഗിയാക്കുക. കാരണം സ്വർഗത്തിലെത്താൻ നമ്മൾ ശ്രമിക്കുന്നു. ഇത് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ മജ്ലിസ് സ്വർഗത്തിന്റെ പൂന്തോട്ടമാണ്. നമ്മളൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല. ഈ ഇൽമിന്റെ മജ്ലിസിന് മുമ്പിൽ ഇരിക്കാനുള്ള ഈമാൻ പോലും നമുക്കില്ലാതെ പോയാൽ പിന്നെ നമ്മൾ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞിട്ട്, നമ്മൾ സുന്നികളാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാ? കാരണം പൊന്നാര നബി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ പോയപ്പോ പൊന്നുമോള് കരയുകയാ. എല്ലാരും ഇനിയും മുന്നോട്ട് വരണം, തങ്ങൾ ഇപ്പൊ എത്തും, എല്ലാരും വരണം. ഫാത്തിമ ബീബി കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, 2 ദിവസമായി ഉപ്പ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വിശക്കുന്നുണ്ട് വാപ്പാ. എന്റെ സദസ്സിലിരിക്കുന്ന പോകാൻ തിരക്ക് കൂട്ടുന്ന രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കള് നിങ്ങളോട് ഈ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വിഷമമുണ്ടാകും. പൊന്നാര നബിയോട് ഈ ലോകം ആർക്ക് വേണ്ടിയല്ല പടച്ചോ, നമ്മൾ ആർക്ക് വേണ്ടിയല്ല പടച്ചോ. ആ നബി തങ്ങളുടെ മകള് നബിയോട് പറയുന്നു, വാപ്പാ എനിക്ക് വിശക്കുന്നുണ്ട്, പൊട്ടിക്കരയുകയാണ്. എനിക്ക് വിഷമമില്ല വാപ്പാ, എനിക്ക് പ്രയാസമില്ല വാപ്പാ. എന്റെ പ്രശ്നം എവിടെയാണെന്നറിയുമോ? എന്റെ 2 കുട്ടികളുണ്ടല്ലോ, ഹസനൈൻ. ആരുടെ 2 കുട്ടികളാണ്? ഈ ലോകം പടക്കാൻ കാരണക്കാരനായ നബിയുടെ മകളാരാണ്? അത് ഫാത്തിമ ബീവിയല്ലേ? ആരാണ് ഫാത്തിമ? സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവല്ലേ? ആ നേതാവായ ഫാത്തിമ ബീവിന്റെ 2 പിഞ്ചോമന മക്കള് അതാരാണെന്നറിയുമോ? യുവാക്കളെ, അൽ ഹസനു വൽ ഹുസൈനു സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവല്ലേ? ആ പിഞ്ചുമക്കള് പട്ടിണിയാണ്. വാപ്പ എനിക്കത് സഹിക്കാൻ കഴിയൂല. ഉപ്പ പറയുന്നു, മോളെ ഫാത്തിമ, നീയും നിന്റെ മക്കളും 2 ദിവസമല്ലേ പട്ടിണി കിടന്നിട്ടുള്ളൂ. നിന്റെ വാപ്പ 4 ദിവസം പട്ടിണിയാണ് മോളെ. ഈമാനുള്ള മക്കളെ, പൊന്നാര നബിയോട് ഹുബ്ബുണ്ട് എന്ന് പറയലല്ലാതെ ആ ഹുബ്ബ് ജീവിതത്തിൽ കാണിക്കാറുണ്ടോ? എന്റെ മകന് വിശക്കുമ്പോ, എനിക്ക് വിശക്കുമ്പോ എന്റെ വാപ്പാക്ക് സഹിക്കുന്നില്ലെങ്കിൽ, എന്റെ മക്കൾക്ക് വിശക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് സഹിക്കുന്നില്ലെങ്കിൽ, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾക്ക് വിശക്കുമ്പോ നമുക്ക് എന്തുകൊണ്ട് സഹിക്കുന്നു സഹോദരങ്ങളെ? അതുകൊണ്ട് മനസ്സിലാക്കണം, നബിതങ്ങൾ 4 ദിവസം പട്ടിണിയാ, വീട് വിട്ടിറങ്ങിപ്പോകുന്നു. പോകുമ്പോ വഴിയിൽ ഒരു അഅറാബിയതാ തോട്ടം നനക്കുന്നു. അഅറാബിയുടെ അടുത്ത് പോയിട്ട് പറയുന്നു, മനുഷ്യ, നിങ്ങൾ ഈ ഈത്തപ്പന തോട്ടത്തിന്റെ മുതലാളിയല്ലേ? ഇവിടെ ജോലിക്ക് ആളെ വേണോ? അതേ വേണം. ആരായി പറയുന്നത്? വിദേശത്ത് പോയ നമുക്ക് ചുമടെടുക്കാൻ നാണമാണ്, നമുക്ക് ലജ്ജയാണ്. ലോകത്തിന്റെ നേതാവ് ചോദിക്കുന്നു, 2 മലകൾ വന്നിട്ട് സ്വർണമാകാന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞ പൊന്നാര നബി അങ്ങ് പറയുന്നു, എനിക്ക് ജോലി തരുമോ? നിന്റെ തോട്ടം ഞാൻ എങ്ങ് നനച്ചു തരാം. എന്താണ് നീ കൂലി തരിക? 3 ഈത്തപ്പന തരാം. നബിതങ്ങളതാ വെള്ളം കോരുകയാണ്. മോനെ, എന്റെയും നിങ്ങളുടെയും വീട്ടിൽ നമുക്ക് വെള്ളം കോരാൻ മടിയല്ലേ? പൊന്നാര നബിതങ്ങൾ വെള്ളം കോരുന്നു. 1 ബക്കറ്റ് കോരി. വല്ലാത്ത ആശ. 3 കാരക്ക. ഒന്നെന്റെ ഹസന്, മറ്റൊന്നെന്റെ ഹുസൈന്, മറ്റൊന്നെന്റെ പൊന്നാര മോള് ഫാത്തിമാക്ക്. 2ാമതും കോരുന്നു. പോരാ, അവരുടെ വയറ് നിറയൂലല്ലോ. ഇതും എന്റെ മക്കൾക്ക് തന്നെ. 3ാമതും കോരുന്നു, മക്കൾക്ക് തന്നെ. എനിക്ക് കിട്ടിയാൽ എനിക്കെടുക്കാമെന്ന പ്രതീക്ഷയിൽ 4ാമതെങ്ങ് കോരുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹ് അല്ലാഹ് അല്ലാഹ്,
ബക്കറ്റങ്ങ് താഴെ വീഴുന്നു. അഅറാബിക്കറിയില്ലല്ലോ ഇത് നബിതങ്ങളാണെന്ന്. അഅറാബി ഒരൊറ്റ അടി അങ്ങ് കൊടുക്കുന്നു. നബിതങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങ് കംപ്ലൈന്റ് കൊടുത്താൽ ഉമർ തൊട്ടടുത്തുണ്ട്. അതേ 40 കിങ്കരന്മാര് പൊന്തിച്ചാലും പൊന്താത്ത ഖൈബറിന്റെ കോട്ടവാതിൽ ഒറ്റ കൈ കൊണ്ട് പൊന്തിച്ച അലിയാര് തങ്ങളെ നബിതങ്ങളുടെ മരുമകനാണ്, കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പുഞ്ചിരിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ബക്കറ്റെടുത്ത് തിരിച്ചു കൊടുത്തു. 9 കാരക്കയുമായി വീട്ടിലേക്ക് പോകുന്നു. ഇത് നബിയാണെന്ന് മനസ്സിലാക്കിയ ഈ അഅറാബി ആ കയ്യങ്ങ് മുറിച്ചു മാറ്റുന്നു. ഞാൻ ചുരുക്കുന്നു, കയ്യങ്ങ് മുറിച്ചു മാറ്റി. സുബ്ഹാനല്ലാഹ്. കാരണം ഈ നബിതങ്ങളുടെ മുഖത്തടിച്ച കൈ, ആ കയ്യിന് ബർക്കത്തില്ലല്ലോ, അതുകൊണ്ട് ഈ കൈ എന്റെ ശരീരത്തിൽ വേണ്ട എന്ന് പറഞ്ഞ് മുറിച്ചു കളയുന്നു. ഉടനെ മദീനത്ത് പോകുന്നു. മദീനക്കാരോട് ചോദിക്കുന്നു നബി എവിടെയാണെന്ന്. നബി ഫാത്തിമ ബീവിന്റെ വീട്ടിലാണെന്ന് പറയുന്നു. ഫാത്തിമ ബീവിന്റെ വീട്ടിലെത്തുമ്പോ മോനെ, രക്ഷിതാക്കളെ, മുഅ്മിനുകളെ, ആ 2 കാല് നീട്ടിയിട്ട് ഈ തപ്പനയുടെ ചുളയങ്ങ് മാറ്റിയിട്ട് 2 മക്കളെയും മടിയിൽ കിടത്തിയിട്ട് വായിലേക്ക് ഈ തപ്പന വെച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതാ വാതിലിനൊരു മുട്ട്. ഫാത്തിമാനോട് പൊന്നാര നബി പറയുന്നു, മോളെ ഫാത്തിമ, ആരാണെന്ന് നോക്ക് മോളെ ഫാത്തിമ. ഉടനെ വന്നു നോക്കുന്നു. നോക്കുമ്പോഴതാ കാണുന്ന രംഗം വാപ്പാനോട് വന്ന് പറയുന്നു, വാപ്പാ, വന്നതാരാണെന്നറിയോ? ഒരു കൈ മുറിച്ചിട്ട് മറ്റേ കൈയിൽ പിടിച്ചിട്ട് വന്ന ആളാണ്. ഉടനെ നബിതങ്ങൾ വന്നു നോക്കുമ്പോ തന്റെ മുഖത്തടിച്ച മനുഷ്യനാണ്. സുബ്ഹാനല്ലാഹ്. നബിതങ്ങൾ ചോദിക്കുന്നു എന്താണെന്ന്. ഉടനെ പറയുന്നു, നിങ്ങൾ നബിയാണെന്ന് കരുതി, നിങ്ങളെ അറിയാതെ അടിച്ചതാണ്. നിങ്ങളെ നബിയാണെങ്കിൽ കയ്യിന് ഗുണം കിട്ടൂല, അതുകൊണ്ട് ഞാൻ കൈ മുറിച്ചതാണ്. ഇനി നിങ്ങൾ നബിയാണെങ്കിൽ എന്റെ കൈ ഒന്നും ആ ഫിറ്റ് ചെയ്ത് തരണം. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, നബിതങ്ങൾ അവിടെ വെച്ചിട്ട് ഉമിനീര് കൊണ്ട് തടവിയപ്പോ കൈ അങ്ങ് ഫിറ്റായി പോയി. അതുകൊണ്ട് സഹോദരങ്ങളോട് അവസാനമായിട്ട് ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നു, ഒരേ ഒരു കാര്യം പറഞ്ഞ് ഞാനങ്ങ് നിർത്തട്ടെ. അദ്ദിബൂ ഔലാദകും ബിസലാസത്തി ഖിസാൽ. നിങ്ങൾ 3 കാര്യം നിങ്ങളെ മക്കളെ പഠിപ്പിക്കുക. അദബ്. 1 ഹുബ്ബി നബിയിക്കും, നബിതങ്ങളോടുള്ള ഹുബ്ബ്. വഹുബ്ബി അഹ്ലി ബൈതിഹി, അവിടുത്തെ കുടുംബത്തിനെ സ്നേഹിക്കാനുള്ള അദബ്. ഇത് തങ്ങളാ വന്നത്, സാധാരണക്കാരനല്ല. ഈ അബൂബക്കർ 20 മണിക്കൂർ പ്രസംഗിച്ചാലും അതിനേക്കാളും എത്രയോ പവറാണ് ഈ ബഹുമാനപ്പെട്ട തങ്ങളുടെ ഒരൊറ്റ വാക്ക്. കാരണം അഹ്ലു ബൈത്താണ്, റസൂലുള്ളാഹിന്റെ കുടുംബമാണ്. അതുകൊണ്ട് ഒരൊറ്റ കുട്ടിയും സദസ്സ് പിരിയരുത്, ഭംഗിയായി നിൽക്കണം. അല്ലാഹു നമ്മളെയൊക്കെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അല്ലാഹു നൽകട്ടെ, അല്ലാഹു നൽകട്ടെ. അല്ലേ? കാരണം നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ വളർത്തുന്നത്. കാരണം ഇനിയും ഞാൻ സംസാരിച്ചാൽ അത് സദസ്സിനോട് കാണിക്കുന്ന അപമര്യാദയാണ്. അതുകൊണ്ട് അവസാനമായിട്ട് ഞാനടക്കമുള്ള നിങ്ങളോട് ഞാനൊരു താക്കീത് നൽകിയിട്ട് ഞാൻ നിർത്തുകയാണ്. കാരണം എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ വളർത്തുന്നത്. അല്ലേ? എന്തും സഹിക്കുന്നു മാതാപിതാക്കൾ സന്താന സംരക്ഷണത്തിന്റെ പേരിൽ. സന്താനം നന്നായി കാണേണ്ടതിനായി സമ്പാദ്യമേതും ത്യജിക്കും മനുഷ്യർ. മാതാവ് ഗർഭം ചുമന്ന് നടന്നു, വേദന തിന്നുന്നു കാണുന്നു നമ്മൾ. മുദ്രിച്ച കട്ടിച്ച മാലിന്യ ഭാണ്ഡം വൃത്തി വരുത്തേണ്ടതുണ്ടെന്നുമെന്നും ദിനം പിടിച്ചൊന്ന് കാണും മക്കൾ. ആ മക്കളെ കുറിച്ച് ഞാൻ ഒരൊറ്റ കാര്യം ഒരു 1/2 മിനിറ്റ് കൊണ്ട് പറയട്ടെ സഹോദരങ്ങളെ. ആ മക്കൾ നമ്മൾക്ക് ഉപകാരമുണ്ടാകണം. 1 ലക്ഷം ചെലവഴിച്ചിട്ട് മക്കളെ പോറ്റിയിട്ട് ആ മക്കളെ കൊണ്ട് 1 ലക്ഷം പോലും തിന്നാനുള്ള ഭാഗ്യം അധികം രക്ഷിതാക്കൾക്കും കിട്ടുന്നില്ല. എന്തുകൊണ്ട്? മതബോധം നേടിക്കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് നേതാക്കന്മാര് പഠിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. മക്കൾ മനുഷ്യത്വം ഉൾക്കൊള്ളുമെങ്കിൽ എന്തും സഹിക്കാം സന്തോഷമാർക്കും. അല്ലേ?
സത്യമതത്തിൽ വളർത്തിയെടുത്താൽ നിത്യമുപകാര സ്വത്താണ് മക്കൾ. മരണമടഞ്ഞാലും മുറിയാതിരിക്കും, ഇരുലോക സൗഭാഗ്യ നിധിയായി ഭവിക്കും. തിരുദൂതർ നമ്മെ ഉണർത്തിയതാണ്, ഖുർആനും അരുളുന്ന സന്ദേശമാണ്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കും നമ്മുടെ വാപ്പമാരുടെ മക്കൾക്കും അങ്ങനത്തെ മക്കൾ അല്ലാഹ് നൽകട്ടെ. ഇനി നമ്മുടെ മക്കളെ ദീന് പഠിപ്പിക്കാതെ വളർത്തിയാൽ ആ ഒരൊറ്റ കാര്യം സൂചിപ്പിക്കട്ടെ, മതബോധം നേടി കൊടുക്കാതിരുന്നാൽ, സദ്വൃത്തരാകാതെ മക്കൾ വളർന്നാൽ നിത്യം നരകത്തിൽ മാതാപിതാക്കൾ കത്തിയെരിഞ്ഞിടും മക്കൾ വഴിയായി. എത്രയും ക്ലേശിച്ച് പോറ്റിയ മക്കൾ ശത്രുക്കളായി മാറും വിസ്താര നാളിൽ. വായ തുറന്നും വാപ്പായ്ക്കെതിരിൽ ന്യായം പറഞ്ഞിടും അള്ളാന്റെ മുന്നിൽ. അല്ലാഹുവേ നിന്റെ ദീനിന്റെ പേരും ചൊല്ലി നടന്ന ഈ മാതാപിതാക്കൾ അറിയിച്ചു തന്നില്ല നിന്റെ ദീനിന്റെ കാര്യങ്ങളൊന്നും. അതിനാൽ അവർക്ക് നരകീയ ശിക്ഷ അധികം കൊടുക്കണം നീയും റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കാരണം നമ്മുടെ മാതാപിതാക്കൾ നരകത്തിനെ പോകുന്നതിനെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ കാരണം നമ്മളെയും അല്ലാഹു നരകത്തിനെ തൊട്ട് കാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുപാട് സഹോദരിമാരുണ്ട്, തങ്ങളോട് പറയുന്നു, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളോട് പറയുന്നു, സൂചിപ്പിക്കുന്നു, ഞാനും തങ്ങളും ഒരുപാട് കാലത്തെ ബന്ധമാണ്, തങ്ങളെ കുറിച്ച് നല്ലതുപോലെ എനിക്കറിയുന്നത് കൊണ്ട് പറയുന്നതാണ്. ഒരുപാട് സഹോദരിമാരുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലാഹു എല്ലാം തീർത്തു തരട്ടെ. അതുകൊണ്ട് സഹോദരിമാരെ, ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ ഇവിടെ തേന തരുന്നതാണ്, നിങ്ങളത് വാങ്ങണം, നിർബന്ധമാണ്, ആരും ഒഴിവാക്കരുത്. കാരണം അലൈക്കും ബിശ്ശിഫാ അൽ ഖുർആൻ വൽ അസ്ൽ, ശിഫയുള്ള രണ്ട് സാധനം, അത് ഒന്ന് തേനാണ്, മറ്റൊന്ന് ഖുർആനാണ്. അതും ബഹുമാനപ്പെട്ട തങ്ങളുടെ കൈകൊണ്ട് നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അത് നല്ല വിലക്ക് വാങ്ങിയെടുക്കാൻ ഈ സദസ്സിനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.